നമ്മുടെ സ്വന്തം ബോച്ചയുടെ പുതിയ ഒരു സംരംഭം ഓപ്പണായിരിക്കുകയാണ്. ബോച്ചെ RX ലെൻസിൻ്റെ നിർമ്മാണ കേന്ദ്രം ഇന്ന് നമ്മുടെ തൃശ്ശൂരിനടുത്ത് തുടങ്ങാനിടയായി. അതിൻ്റെ ഇനാഗ്രേഷനായിരുന്നു. നമ്മുടെ മനോജ് സാറ് വഴി എനിക്കും അതിൽ പങ്കെടുക്കാനുള്ള ക്ഷണം ലഭിച്ചിരുന്നു. അങ്ങനെ അവിടെ ചെന്നു. ഒത്തിരി സന്തോഷം തോന്നി. മാത്രമല്ല, നമ്മൾ എന്ത് ചെയ്തിരുന്നാലും നമുക്ക് ചിലർ നെഗറ്റീവ്സ് പറയും. അത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രവണതയാണ്. അത് മാറ്റാൻ പറ്റില്ല. പ്രകൃതി നിയമം പോലെ ആയിപ്പോയി അത്. അപ്പോൾ അത് അങ്ങോട്ട് നിൽക്കട്ടെ. പക്ഷേ ഇന്ന് ഈ വേദിയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഒന്ന്, ബോച്ചയ്ക്ക് 40 രൂപ കൊടുത്ത് വാങ്ങുന്നത് സമ്മാന കൂപ്പൺ ഉണ്ടായിരുന്നു. അത് അദ്ദേഹം കൊടുക്കുന്നില്ല എന്നൊക്കെയുള്ള ചില വിഷയങ്ങൾ കേട്ടിരുന്നു. പക്ഷേ ഇല്ല, 10 ലക്ഷം രൂപ വെച്ച് ഇന്ന് ഈ വേദിയിൽ 15 പേർക്കാണ് കൊടുത്തത്. അതുപോലെ തന്നെ തൻ്റെ എല്ലാ സംരംഭങ്ങളും ഓപ്പൺ ആകുമ്പോൾ അത് ഇനാഗ്രേഷൻ ചെയ്യുന്നതിന് മുൻപ് ആ വേദിയിൽ വെച്ച് ആ സ്ഥലത്തെ നിർദ്ധരായ രോഗികളെ കണ്ടെത്തി അവർക്കുള്ള ധനസഹായം നൽകുന്നൊരു ശീലമുണ്ട്. ഇവിടെയും അത് കാണുവാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ അവിടെ വന്ന ആരെയും നിരാശപ്പെടുത്തിയില്ല. അവർക്കും ഇരിക്കട്ടെ ഒരു സ്വർണ്ണ നാണയം എന്നുള്ള ഇതിൽ നറുക്കിട്ടു. അതിൽ 3 പേർക്ക് ഈ വേദിയിൽ വെച്ച് കൊടുക്കുവാൻ കഴിഞ്ഞു. അതിലും എനിക്കും സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞു. ഒത്തിരി സന്തോഷം തോന്നി. പിന്നെ നമ്മുടെ തൃശ്ശൂരിലുള്ള ഒരു മകള്, 15 വയസ്സായ കുഞ്ഞിൻ്റെ പേര് ഞാൻ വിട്ടുപോയി, വയലിങ്ങിൽ നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായ, ഇന്ത്യക്ക് അഭിമാനമായി തീർന്ന മകളുടെ വയലിൻ വായിക്കുന്ന കേൾക്കുവാൻ കഴിഞ്ഞു. നല്ല രസത്തിലായിരുന്നു, നല്ല ഭംഗിയായിരുന്നു. അത് സന്തോഷം തോന്നി, മനസ്സിനെ കുളിർമ കൊള്ളിച്ച ഒരു അനുഭവമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ സ്വന്തം നാടായ തിരുവനന്തപുരത്തിലെ കാട്ടാക്കടയിൽ മനുഷ്യനാകണമെന്നുള്ള പാട്ടും അതുപോലെ തന്നെ മങ്ങിയ കാഴ്ചകൾ കണ്ടു നടക്കാൻ കന്നഡകളിൽ നമ്മുടെ സ്വന്തം കാട്ടാക്കട മുരുകൻ സാറിൻ്റെ പാട്ട് കേൾക്കുവാൻ, അദ്ദേഹത്തെ അവിടെ വെച്ച് കാണുവാനും 2 വാക്ക് സംസാരിക്കുവാനും നാട്ടുകാരി എന്ന് പറഞ്ഞ് ബന്ധം കൊടുക്കുവാനും അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച നമുക്ക് സന്തോഷം തോന്നി. നമ്മുടെ യൂട്യൂബേഴ്സിനെ കണ്ട് ഒരുപാട് പേരെ കാണുവാനും പരിചയപ്പെടാൻ കഴിയും. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സർവേശ്വരൻ ഇനിയും അദ്ദേഹത്തിന് ഉയരങ്ങളിലെത്തുവാൻ, തൻ്റെ ഓരോ സംരംഭങ്ങളും വിജയകരമാക്കി ലാഭം കൊയ്യുവാൻ കഴിയട്ടെ. ലാഭം കൊയ്താൽ മാത്രമേ നിർദ്ധരായ നമ്മളെപ്പോലുള്ളവരെ സഹായിക്കാൻ അദ്ദേഹത്തിന് കഴിയുകയുള്ളൂ. എന്നും പാവപ്പെട്ടവൻ്റെ കൂടെ അദ്ദേഹം ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു.